കിട്ടിയാലും ആമയെ മാത്രം കിട്ടി എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. ഇപ്പൊ കേന്ദ്ര ബജറ്റിൽ ആനയെ കിട്ടിയിട്ടും ആമയെ കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ആമയിലേക്ക് ജനശ്രദ്ധ തിരിച്ചുവിടാൻ സാധിക്കുമോ എന്നാണ് മുഖ്യമന്ത്രി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. UPA സർക്കാരിന്റെ കാലത്ത് 2004 മുതൽ 2014 വരെ കേന്ദ്ര എയ്ഡായിട്ട് കിട്ടിയത് 72,000 കോടി രൂപയാണ്. എന്നാൽ 10 കൊല്ലം ശ്രീമാൻ നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 3.2 ലക്ഷം കോടി രൂപയുടെ എയ്ഡ് സഹായം ഈ കേരളത്തിലേക്ക് കൊടുത്തു കഴിഞ്ഞു. അത് UPA ഗവൺമെന്റ് കൊടുത്തതിനേക്കാൾ 5 ഇരട്ടിയോളം തുകയാണ്. അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാതെ കൈമെയ് മറന്ന് കേരളത്തെ സഹായിക്കുന്ന കേന്ദ്ര ഗവൺമെന്റിനോട് ഒരു നന്ദി വാക്ക് പോലും പറയാതെ മുന്നോട്ട് പോകുന്ന ഒരു മുഖ്യമന്ത്രിയും ഭരണകൂടവും അവർക്ക് വിയർക്കുമ്പോൾ ചാമരം വീശുന്ന ഒരു പ്രതിപക്ഷ ടീമുമാണ് കേരളത്തിലുള്ളത് എന്നതുകൊണ്ടാണ് കേന്ദ്ര ബജറ്റിലെ ഗുണങ്ങളെക്കുറിച്ചും കേന്ദ്രം എന്ത് ചെയ്യുന്നു എന്നതിനെക്കുറിച്ചും കേരളത്തിൽ ചർച്ചയാകാതെ പോകുന്നത് എന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു MP ഇല്ലാതെ ഒരു MLA ഇല്ലാതെ കേരളത്തിന്റെ വികസന പദ്ധതികൾ വാരിക്കോരി പ്രഖ്യാപിച്ച ഒരു ഗവൺമെന്റാണ് ഈ കേന്ദ്ര ഗവൺമെന്റ്. നോക്കൂ, ഞാൻ പറയാം, ഇന്ന് നാഷണൽ ഹൈവേയുടെ വികസനം 1/2 ഡസൻ കേന്ദ്രമന്ത്രിമാർ കോൺഗ്രസിനുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് 6ഓളം കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ടായ കാലത്തും കിട്ടാത്ത വികസന പദ്ധതികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടും കേന്ദ്രത്തിനെതിരെ അപവാദ പ്രചരണവും അപഖ്യാതിയും നന്ദികേടുമാണ് ഈ കേരളത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഓടുന്ന വന്ദേ ഭാരത് ട്രെയിനുകൾ, വൈദ്യുതി മേഖലയ്ക്കായി വലിയ പ്രൊജക്ടുകൾ, തൃശൂർ ജില്ലയിലെ മണ്ണുത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ അധികം ചർച്ച ചെയ്യേണ്ടിയിരുന്ന മെഗാ വൈദ്യുത പ്രൊജക്ട് പോലും ഈ കേരളത്തിന് സംഭാവനയായി കൊടുത്തു. ഫണ്ടിങ്ങുകൾ നടത്തി അതിദരിദ്രർക്കുള്ള വീടുകൾ, പൈപ്പ് വഴി എല്ലാ വീടുകളിലേക്കും കുടിവെള്ളം, ബജറ്റിൽ മുൻകൂട്ടി കൊട്ടിഘോഷിച്ചിട്ടല്ല നമുക്ക് ദേശീയപാതയുടെ വികസനത്തിന് കോടികൾ നൽകിയത്. മറ്റെല്ലാ സംസ്ഥാനങ്ങളും സംസ്ഥാന വിഹിതം വെക്കുമ്പോൾ 1 രൂപ സംസ്ഥാന വിഹിതം വെക്കാതെയാണ് ഞാൻ കേരളത്തിലേക്ക് ഈ റോഡുകളെല്ലാം പണിഞ്ഞുകൊടുത്തത് എന്ന് ആദ്യത്തെ ശ്രീമാൻ നിതിൻ ഗഡ്കരിയുടെ പത്രസമ്മേളനത്തിൽ മുഖ്യമന്ത്രി ഓൺലൈനായി ഇരുന്നു കൊണ്ട് കേൾക്കുകയും കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ അത് കൂടെ ഇരുന്ന് കേൾക്കുകയും വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നു കൊണ്ട് കേൾക്കുകയും ചെയ്ത ഒരു നാട്ടിലാണ് ഇപ്പോൾ ഈ ബജറ്റിനെതിരായി കൊണ്ടുള്ള ഈ ഗവൺമെന്റിന്റെ പ്രഖ്യാപനങ്ങൾ, കേരള ഗവൺമെന്റിന്റെ പ്രഖ്യാപനങ്ങൾ നമ്മൾ കാണുന്നത്.